ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ, ലൈക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ചക്കയുടെയും മാങ്ങയുടെ ഒക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ സുലഭമായിട്ട് എല്ലായിടത്തും നമുക്ക് ചക്കയും മാങ്ങയൊക്കെ തന്നെ കിട്ടുമല്ലേ. എന്നാൽ സീസൺ കഴിഞ്ഞാൽ ഈ ചക്കക്കുരു ആയാലും ചക്ക ആയാലും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പാടായിരിക്കും. പച്ചച്ചക്ക അതുപോലെ തന്നെ പഴുത്ത ചക്കയൊക്കെ എങ്ങനെ കുറേ കാലം കേടാവാതെ സൂക്ഷിക്കാമെന്നുള്ള ടിപ്സൊക്കെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ചക്കക്കുരു എങ്ങനെ കേടാവാതെ സൂക്ഷിക്കാമെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നല്ല മൂത്ത ചക്കക്കുരു എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി ഞാൻ ഫാനിൻ്റെ അടിയിലൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ നല്ല വെയിലിൽ വെച്ചിട്ട് ചക്കക്കുരു ഉണക്കിയെടുക്കരുത്. നിഴലിലോ അല്ലെങ്കിൽ ഇതുപോലെ ഫാനിൻ്റെ അടിയിലോ നന്നായിട്ട് നമുക്ക് വിരിച്ചിട്ട് ഉണക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. വർഷങ്ങളോളം ചക്കക്കുരു സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ദിവസം വെള്ളത്തിലിട്ട് അതിൻ്റെ ആ പുളിപ്പ് ടേസ്റ്റ് ഒന്ന് പോയതിന് ശേഷം നമുക്ക് ഉണക്കി സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഞാൻ ഓൾറെഡി കുറച്ച് ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കുറച്ചധിക കാലം സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് ഇതുപോലെ പൊട്ടിയത് കീറിയതുമായിട്ടുള്ളതൊക്കെ ഒന്ന് ഒഴിവാക്കിയതിന് ശേഷം ഒന്ന് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ചക്കക്കുരിയൊക്കെ ഇവിടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള ക്യാരി ബാഗ്സ് ആണ് കേട്ടോ. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് കുറച്ച് ക്യാരി ബാഗിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. കാരണം നമ്മൾ വലിയൊരു ക്യാരി ബാഗിൽ മുഴുവനായിട്ടും എടുക്കുന്ന സമയത്ത് എപ്പോഴെപ്പോഴും അടച്ച് തുറക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് വായു കടന്നത് കേടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്നാൽ ഇതുപോലെ ഒരു മൺകലത്തിൽ നമ്മൾ ക്യാരി ബാഗിലാക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു പേപ്പർ വെച്ച് കൊടുത്തിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഇടയിൽ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാം. ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ. ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് എംസാൻഡാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലുള്ള നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ എടുത്തിട്ട് കുറച്ച് എംസാൻഡ് ഇട്ട് കൊടുത്ത് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചക്കക്കുരു അതിൻ്റെ മുകളിൽ എംസാൻഡ് ഈ രീതിയിൽ നമുക്കൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പുറത്ത് തന്നെ നമുക്ക് കുറേ കാലം കേടാവാതെ ഇത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. എംസാൻഡിന് പകരമായിട്ട് നിങ്ങൾക്ക് മണൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. ചക്കക്കുരു നമുക്ക് ഡ്രൈ ആയി പൊടിച്ചതിന് ശേഷവും സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ആ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ പുറത്ത് നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള മണ്ണൊന്ന് കുഴിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. യാതൊരു കേട് സംഭവിക്കുന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം ആ മണ്ണ് നനയാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചക്കക്കുരു മുളയ്ക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ ഇതുപോലുള്ള പുല്ലാഞ്ചി ഇല ഉണ്ടെങ്കിൽ കുറച്ച് ഇല അതുപോലെ തന്നെ ചക്കക്കുരു ആ രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ യാതൊരു കേടും തന്നെ ഇല്ലാതെ കുറേ കാലം ഫ്രഷ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ ഈ എല്ലാ ടിപ്സും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കരിനിച്ചി ഇലയാണ് കേട്ടോ. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ കരിനിച്ചി. യാതൊരു പരിചരണവും ഇല്ലാതെ നമുക്കൊരു കമ്പ് നട്ടാൽ തന്നെ ഇത് നന്നായിട്ട് പിടിച്ചു കിട്ടുന്നതാണ്. സന്ധിവാതം, ശരീരവേദന, നീര് എന്നിവ മാറാൻ കരിനിച്ചിയുടെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ആവി പിടിക്കുന്നതും ഇല അരച്ചു പുരട്ടുന്നതും വളരെ നല്ലതാണ്. കഫക്കെട്ട്, ചുമ, തുമ്മൽ, ആസ്മ എന്നിവയ്ക്ക് പ്രതിവിധിയായി കരിനിച്ചി നീര് ഉപയോഗിക്കാറുണ്ട്. ചൊറിച്ചിൽ, വിയർപ്പ്, കുരു, ത്വക്കിലെ അലർജി എന്നിവ മാറാൻ ഇതിൻ്റെ ഇല അരച്ചു പുരട്ടുന്നത് വളരെ ഫലപ്രദമാണ്. പ്രാണികളെ അകറ്റാനും മുറിവുകളിലെ അണുബാധ തടയാനും ഇത് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല കേട്ടോ, ദഹനം മെച്ചപ്പെടുത്താനും വയറുവേദന കുറയ്ക്കാനും ഇതിൻ്റെ നീര് ആയുർവേദത്തിൽ പണ്ട് കാലം മുതൽ തന്നെ ഉപയോഗിച്ചു വരുന്ന ഒന്ന് തന്നെയാണ്. ചില സമയങ്ങളിൽ നമുക്ക് ഇതുപോലെ വായിൽ അൾസർ വരാറുണ്ടല്ലേ. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല കാരണങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അബദ്ധത്തിൽ കവിളിലോ നാക്കിലോ കടിക്കുക, പല്ലുരസുക, അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുമ്പോൾ മോണയ്ക്ക് പരിക്കേൽക്കുക, അമിതമായി എരിവുള്ളതോ ചൂടുള്ളതോ ആയ ഭക്ഷണങ്ങൾ കഴിക്കുക, വായ്ക്കുള്ളിലെ അതിലോലമായ ചർമ്മത്തെ ദ്രോഹിക്കുന്നതും അൾസറിന് കാരണമാകുകയും ചെയ്യുന്നു. ശരീരത്തിലെ ഇരുമ്പ്, ഫോളിക് ആസിഡ്, വിറ്റാമിൻ B12, സിങ്ക് എന്നിവയുടെ കുറവ് മൂലവും ഇത് വരാറുണ്ട്. മലബന്ധം, ഗ്യാസ്, വയറ്റിലെ ചൂട് അല്ലെങ്കിൽ വയറ്റിലെ അൾസർ, അമിതമായ ഉത്കണ്ഠ, ഉറക്കക്കുറവ്, സ്ത്രീകളിൽ ആർത്തവ സമയത്തോ ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോഴും ഇത് വരാറുണ്ട്. ചില വേദന സംഹാരികൾ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്കുകളൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് വായിൽ പുണ്ണ് വരാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ എന്തായിരിക്കും പെട്ടെന്ന് ചെയ്യുക? മെഡിക്കലിൽ നിന്ന് മരുന്ന് വാങ്ങിക്കും, അല്ലെങ്കിൽ ഡോക്ടറെ കാണിച്ച് മരുന്ന് വാങ്ങിക്കുകയല്ലേ. എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു കിടിലൻ ടിപ്പാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കരിനെച്ചിയുടെ ഇല ഇതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. കുറച്ചധികം നിങ്ങൾ ചെയ്തെടുക്കുന്ന സമയത്ത് അമ്മിയിൽ വെച്ച് ചെയ്തെടുക്കുക കേട്ടോ. മിക്സിയിൽ അരച്ചെടുക്കുന്നതിനേക്കാളും നല്ലത് കുറച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കിതുപോലെ ഇടികല്ലിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും
മതിയാവുന്നതാണ്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുമ്പോൾ അതിൻ്റെ ആ നീര് മാത്രമായിട്ട് നമുക്ക് നന്നായിട്ട് വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ പച്ചവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പനി ജലദോഷം കാര്യങ്ങളൊക്കെ വരുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കുടിക്കുന്ന വെള്ളം ഏതാണോ അത് ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ജസ്റ്റ് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് വരും കേട്ടോ. കരിന്നച്ചിയുടെ ഇലകൾ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം വായിലിട്ട് ചവയ്ക്കുക. ഇതിൻ്റെ നീര് പുണ്ണുള്ള ഭാഗങ്ങളിൽ പറ്റി പിടിച്ചിരിക്കുമ്പോൾ അല്പം കയ്പുണ്ടെങ്കിലും നീരിറങ്ങുന്നത് കുടിലിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ ഇലകൾ നന്നായിട്ടൊന്ന് അരച്ചതിന് ശേഷം പുണ്ണുള്ള ഭാഗങ്ങളിൽ നമ്മളൊരു പ്ലാസ്റ്റർ പോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വേഗത്തിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. വല്ലാത്തൊരു ചവർപ്പ് ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ജ്യൂസ് മാത്രമായിട്ട് നമുക്കത് കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത്രയ്ക്കും ഒരു ടേസ്റ്റാണ് ഇതിന്. നിങ്ങളത് കുടിക്കുന്ന സമയത്ത് കുറച്ച് തേനും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് കുറച്ച് പനങ്കൽക്കണ്ടാണ് കേട്ടോ. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് അത് ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 ദിവസം ട്രൈ ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ പുണ്ണൊക്കെ നന്നായിട്ട് മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കരിന്നച്ചിയുടെ ഇലകൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അയമോദകമാണ് കേട്ടോ. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ അയമോദകം. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിൻ്റെ ആ എസൻസ് ഒക്കെ നന്നായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി വരണം. അതുവരെയും നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് ചൂടാറി വരുന്ന സമയത്ത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് അരിച്ച് മാറ്റിയിട്ട് ചെറു ചൂടോട് കൂടെ തന്നെ നമുക്ക് കുടിക്കാം. കുടിക്കാൻ പ്രയാസമുള്ളവർ ജസ്റ്റ് കവിൾ കൊണ്ടാലും മതി. നമ്മുടെ വായിലുള്ള അൾസറൊക്കെ പെട്ടെന്ന് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഒറ്റ ദിവസം കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു നേരം നമ്മൾ കഴിക്കുമ്പോൾ തന്നെ അത്ഭുതകരമായ ഒരു റിസൾട്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞെട്ടിക്കുന്നൊരു റിസൾട്ട് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്തിട്ടും വായ്പുണ്ണ് മാറാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നന്നായിട്ട് ആ എസൻസ് ഒക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഞാനൊന്ന് അരിച്ചും കൂടെ എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ്. പനി ജലദോഷം തുമ്മലൊക്കെ ഉള്ള സമയത്ത് കുറച്ച് ഇലകളും അതുപോലെ തന്നെ ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ആവി പിടിക്കുകയാണെങ്കിൽ അതും നമുക്ക് നല്ലൊരു ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. ആ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പനിക്കൂർക്കയുടെ ഇലയാണ് കേട്ടോ. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ ഈ ഒരു പനിക്കൂർക്കയുടെ ഇല. ആപ്പിളിനേക്കാൾ കൂടുതൽ ആൻറ്റി ഓക്സിഡൻറ്റുകളും പോഷകങ്ങളും അടങ്ങിയ ഒരു ഔഷധ സസ്യമാണ് പനിക്കൂർക്ക. ജലദോഷം, ചുമ, കഫക്കെട്ട് എന്നിവ മാറാൻ ഇത് ഫലപ്രദമാണ്. കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ദഹനപ്രക്രിയ മെച്ചപ്പെടുത്തുന്നതിലും ഇതിന് വലിയൊരു പങ്ക് തന്നെയുണ്ട്. പനിക്കൂർക്കയില ഇളം ചൂടിൽ വാട്ടിപ്പിഴിഞ്ഞ നീരിൽ അല്പം തേൻ ചേർത്ത് കൊടുത്താൽ കുട്ടികളിലെയും മുതിർന്നവരിലെയും ജലദോഷം ചുമയൊക്കെ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ഇതിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ആവി പിടിക്കുന്നത് കഫക്കെട്ട് മാറാനും ശ്വാസമുട്ടൽ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. ഗ്യാസ്, വയറുവേദന, ദഹനക്കുറവ് എന്നിവയ്ക്ക് പനിക്കൂർക്കയുടെ ഇല ചവച്ചരച്ച് കഴിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ. ദിവസം പനിക്കൂർക്കയില ചവച്ചരച്ച് കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇല അരച്ച് പുരട്ടുന്നത് ചൊറിച്ചിൽ, പ്രാണികൾ കടിച്ചാലുണ്ടാകുന്ന അലർജി എല്ലാത്തിനും നല്ലൊരു അത്ഭുത മരുന്ന് തന്നെയാണ് കേട്ടോ. വായ്പുണ്ണൊക്കെ ഉള്ളവർ ജസ്റ്റ് ഈ ഇല ഒന്നെടുത്ത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ചവച്ചരിക്കാൻ പറ്റുമെങ്കിൽ അതുപോലെ കഴിക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ നീരെടുത്തതിന് ശേഷം അതിലേക്ക് സമം അളവിൽ തേനും ചേർത്ത് കഴിക്കുകയാണെങ്കിൽ വായ്പുണ്ണൊക്കെ നമുക്ക് പെട്ടെന്ന് ക്യൂറായിട്ട് വരുന്നതായിട്ട് കാണാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പണ്ട് കാലം മുതൽ തന്നെ കുഞ്ഞു മക്കൾക്ക് വരെ നമ്മൾ പാലിൽ ഇതുപോലെ ഉരച്ചു കൊടുത്തിരുന്ന ഒന്നാണ് കേട്ടോ വയമ്പ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണിത്. വയമ്പ് വേരിൻ്റെ ചെറിയൊരു കഷ്ണം എടുത്ത് നന്നായി കഴുകിയതിന് ശേഷം വായ്പുണ്ണുള്ള ഭാഗത്ത് കുറച്ച് നേരം വെച്ച് ചവച്ചരയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ പുള്ളിലുള്ള നീറ്റൽ കുറയ്ക്കാനും വേഗത്തിൽ ഉണങ്ങാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. വയമ്പ് പൊടി വെള്ളത്തിൽ മിക്സ് ആക്കിയതിന് ശേഷം ചെറു ചൂടോട് കൂടെ തന്നെ നമ്മൾ കവിൾ കൊള്ളുന്നത് അണുബാധ തടയാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. വയമ്പ് ഉണക്കി പൊടിച്ച പൊടി അല്പം വെള്ളമോ തേനോ ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കി വായ്പുണ്ണുള്ള ഭാഗത്ത് പുരട്ടുന്നത് വേദനയും വീക്കവും കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കേട്ടോ. വായ്പുണ്ണ് പെട്ടെന്ന് മാറാൻ പേരയില മികച്ചൊരു പ്രകൃതിദത്ത ഔഷധം തന്നെയാണ്. ഇതിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങൾ വേദന കുറയ്ക്കാനും മുറിവ് വേഗത്തിൽ ഉണങ്ങാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്.
പേരയില ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് വായ്പുണ്ണിനെ ഇല്ലാതാക്കാം എന്ന് നോക്കാം. ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് കഴുകിയ പേരയിലകൾ ഇട്ട് നന്നായി തിളപ്പിക്കുക. വെള്ളത്തിന്റെ നിറം മാറി പകുതിയാവുന്നവരെ തിളപ്പിക്കാം. ശേഷം ഈ വെള്ളം അരിച്ചെടുത്ത് വായ് പൊള്ളാത്ത രീതിയിൽ ഇളം ചൂടോടുകൂടെ തന്നെ നമുക്ക് കവിൾ കൊള്ളാവുന്നതാണ്. ഈ വെള്ളം വായിൽ ഒഴിച്ച് 2-3 മിനിറ്റ് നേരം നന്നായിട്ട് കുലുക്കൊഴിഞ്ഞ ശേഷം തുപ്പിക്കളയുക. 2-3 തവണ ഇങ്ങനെ ചെയ്യുന്നത് വായിലെ അണുബാധ തടയാനും വായ്പുണ്ണ് വേഗത്തിൽ മാറാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. ഇത്രയും നേരം ഞാൻ വായ്പുണ്ണിന്റെ മരുന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവസാനമായിട്ട് ഒരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരു പിടി ആര്യവേപ്പില നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. വെള്ളത്തിന്റെ നിറം മാറി വരുന്ന തിളച്ച ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി തണുക്കാൻ വെക്കുക. ദിവസം 2-3 തവണ ഇത് ആവർത്തിക്കുക. ഈ വെള്ളം കുടിക്കാൻ പാടില്ല കേട്ടോ. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ വായിലും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാ പുണ്ണുകളും നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് അറിയിക്കുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.